നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പണ്ട് 40 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും 4 നന്മ നിറഞ്ഞ മറിയവും 4 ത്രിത്വസ്തുതിയും ഒക്കെ ചൊല്ലി ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് അങ്ങനെ കാഴ്ചവെക്കലായിരുന്നു. അതുപോലെ തന്നെ 7 സ്വർഗസ്ഥനായ 7 നന്മ നിറഞ്ഞ മറിയവും 7 ത്രിത്വസ്തുതിയും കൂടെ 7 ശുദ്ധീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെ ധ്യാനിച്ച് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി കാഴ്ചവെക്കുമായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ 5 സ്വർഗസ്ഥനായ 5 നന്മ നിറഞ്ഞ മറിയവും 5 ത്രിത്വസ്തുതിയും 5 ശുദ്ധീകരണ പ്രാർത്ഥനയും ചൊല്ലി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി പരിശുദ്ധ ത്രിത്വത്തിന് കാഴ്ചവെച്ചുകൊള്ളുന്നു എന്ന് പ്രാർത്ഥിക്കും. ഈ ശുദ്ധീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിലേക്ക് ആനയിക്കണമെന്ന് നിത്യപിതാവേ ഈശോ മിശിഹാ തമ്പുരാൻ്റെ വിലമതിയാത്തൊരു രക്തത്തെ പ്രതി ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആണ്.